രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ആരോഗ്യവകുപ്പിനെതിരായ കടന്നാക്രമണം തുടർക്കഥയാണ്. പക്ഷേ ഓരോ ആരോപണവും നിമിഷനേരം കൊണ്ട് തകർന്നു പോകുന്നതാണ് പിന്നീട് കണ്ടത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മരുന്നിനില്ല മരുന്ന് പ്രചാരണം. പുതുവത്സര ദിനത്തിൽ മലയാള മനോരമ പത്രം പുറത്തിറങ്ങിയത് ആരോഗ്യവകുപ്പിനെതിരായ മറ്റൊരു വ്യാജ പ്രചാരണവുമായി. മരുന്നിനില്ല മരുന്ന് എന്ന തലക്കെട്ടിലായിരുന്നു വ്യാജ വാർത്ത. ബിനുകുമാർ എന്ന വ്യക്തിക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ലഭിച്ചില്ല. ഇയാൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്നായിരുന്നു വാർത്ത. ഇത് നിമിഷനേരം കൊണ്ട് വ്യാജമാണെന്ന് തെളിഞ്ഞു. നമസ്കാരം. ഇത് ബിനുകുമാർ ആണോ? അതെ. എന്റെ പേര് ഷീജ എന്നാണ്. പറയണം മാഡം. ഞാൻ വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിന്റെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്ന് 1-2 മരുന്ന് കാണില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ 50-100 രൂപയ്ക്കകത്താവും. അതങ്ങ് വിട്ടുകളയും. അവസ്ഥയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാതെ മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതിയൊന്നും കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല, മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കാൻ പോയില്ല. ഈ സർക്കാർ വന്ന ശേഷം ആരോഗ്യവകുപ്പിന് നേരെ വന്ന വ്യാജ വാർത്തകൾ നിരവധിയാണ്. ഉദാഹരണത്തിന് കോവിഡ് പ്രതിരോധം പാളി, PPE കിറ്റ്, ഗ്ലൗസ് എന്നിവ വാങ്ങിയതിൽ ക്രമക്കേട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU ഇല്ല, പേവിഷബാധ വാക്സിൻ ക്ഷാമം, ഹൃദയം പദ്ധതി പാളി, കാരുണ്യയിൽ ഫണ്ടില്ല, നിപ പ്രതിരോധം പാളി തുടങ്ങി മന്ത്രിയുടെ PA കോഴ വാങ്ങിയെന്ന് വരെയുള്ള ആരോപണങ്ങൾ. ഇതിൽ ഒന്നിൽ പോലും വസ്തുത ഉണ്ടായിരുന്നില്ല എന്നത് മണിക്കൂറുകൾക്കകം ജനം തിരിച്ചറിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ കടന്നാക്രമണം ഒരു വിഭാഗം മാധ്യമങ്ങൾ തുടരുന്നു. പ്രതിരോധിച്ച് പ്രവർത്തന മികവുമായി ആരോഗ്യവകുപ്പാകട്ടെ മുന്നോട്ടു പോകുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.